നമസ്കാരം. മക്കൾ രാഷ്ട്രീയമായിരുന്നു ഒരു സമയത്ത് കോൺഗ്രസിന് വലിയ തലവേദനയായി ഉണ്ടായിരുന്നത്. കോൺഗ്രസിലെ പല മുതിർന്ന നേതാക്കന്മാരുടെയും മക്കൾ കോൺഗ്രസിൻ്റെ തന്നെ തലപ്പത്തേക്ക് എത്തുന്നു. അതും കോൺഗ്രസിന് വേണ്ടി വെയിലുകൊണ്ട്, കോൺഗ്രസിന് വേണ്ടി സമരം നടത്തി, കോൺഗ്രസിന് വേണ്ടി കൊടിപിടിച്ച് മുദ്രാവാക്യങ്ങൾ മുഴക്കിയവരെ എല്ലാം പിന്തള്ളിക്കൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കൾ തലപ്പത്തേക്ക് എത്തുന്നു എന്ന വലിയ ഒരു പേരുദോഷം. അതിനുശേഷം ഇപ്പോൾ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരുടെ, പ്രത്യേകിച്ചും മുൻ മുഖ്യമന്ത്രിമാരായിരുന്നവരുടെ വരെ മക്കൾ കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ കോൺഗ്രസിന് ആദ്യം വെല്ലുവിളിയായി ഉയർന്നത്, കോൺഗ്രസിനേറ്റ ആദ്യ തിരിച്ചടി, കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോയത് തന്നെയാണ്. വലിയ സ്വീകരണമായിരുന്നു അനിൽ ആന്റണിക്ക് BJP നൽകിയത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയായി വരെ അനിൽ ആന്റണിയെ നിർത്തുന്നുമുണ്ട്. അതിനുശേഷം കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ, പിന്നീട് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാർ, അങ്ങനെ നിരവധി പേർ കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോകുന്നു. എന്നിരുന്നാലും AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി BJP സ്ഥാനാർത്ഥിയായത് കോൺഗ്രസിനകത്തും പുറത്തും കേരള രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലുമൊക്കെ വലിയ ചർച്ചാ വിഷയമായ ഒരു കാര്യം തന്നെയാണ്. പത്തനംതിട്ടയിൽ അനിൽ ആന്റണി സ്ഥാനാർത്ഥിയായപ്പോൾ അനിൽ ആന്റണിക്കെതിരെ പ്രചരണ പരിപാടികൾക്ക് വേണ്ടി AK ആന്റണി കളത്തിലിറങ്ങുമോ എന്നുള്ളതായി പിന്നീടുള്ള ചോദ്യം. അതിന് മറുപടി നൽകുവാൻ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കൊന്നും ആദ്യഘട്ടത്തിൽ സാധിച്ചില്ല. അവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചോദ്യം ഉയർന്നു, സ്വന്തം മകന് വേണ്ടി AK ആന്റണി കളത്തിലിറങ്ങുമോ എന്നുള്ളത്. അവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ടായി, അനിൽ ആന്റണിക്ക് പകരമായി വോട്ട് ചോദിക്കുവാൻ, കോൺഗ്രസിനെ വിജയത്തിലേക്ക് നയിക്കുവാൻ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ AK ആന്റണി എത്തുമോ എന്നുള്ളത്. എന്നാൽ എല്ലാ സംശയങ്ങൾക്കും എല്ലാ ചോദ്യങ്ങൾക്കും വിരാമമിട്ടുകൊണ്ടാണ് ഇപ്പോൾ AK ആന്റണി മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. കോൺഗ്രസിലെ നേതാക്കന്മാരുടെ മക്കളെല്ലാം കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോവുകയാണല്ലോ എന്ന തരത്തിലേക്കുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മക്കളെപ്പറ്റി എന്നോടൊന്നും ചോദിക്കേണ്ട, എനിക്കതിൽ പറയുവാൻ ഒന്നും തന്നെയില്ല എന്ന് പറഞ്ഞ AK ആന്റണി പക്ഷേ തൻ്റെ നിലപാട് അവിടെ വളരെ കൃത്യമായി പറഞ്ഞു. തൻ്റെ മതം കോൺഗ്രസ് ആണെന്നും കോൺഗ്രസ് തന്നെ പത്തനംതിട്ടയിൽ വിജയിക്കുമെന്നും അനിൽ ആന്റണി വിജയിക്കില്ല എന്നും അദ്ദേഹം തീർത്തും പറഞ്ഞു. ഇത് കോൺഗ്രസിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. പത്തനംതിട്ടയിൽ കോൺഗ്രസിനെ വരെ വെള്ളം കുടിപ്പിച്ച രണ്ടു കാര്യങ്ങളിൽ ഒന്ന്, AK ആന്റണിയുടെ മകൻ കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് BJP സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിൽ മത്സരിക്കുന്നു എന്ന പ്രചരണ ആയുധമായിരുന്നു. മറ്റൊന്ന്, അനിൽ ആന്റണി പത്തനംതിട്ടയിൽ BJP-യുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സാക്ഷാൽ AK ആന്റണിയുടെ വരെ അനുഗ്രഹത്തോടു കൂടിയാണ് എന്ന BJP-യുടെയും ഇടതുപക്ഷത്തിൻ്റെയും തന്ത്രപരമായ ഒരു പ്രചരണം. ആ പ്രചരണത്തിനൊന്നും മറുപടി നൽകുവാൻ സാധിക്കാതെ നിശബ്ദമായി നിലനിൽക്കുകയായിരുന്നു കോൺഗ്രസ്. എന്നാൽ ഇപ്പോൾ കോൺഗ്രസിന് പറയാം, AK ആന്റണി തൻ്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. മകനും മകളുമൊക്കെ അങ്ങ് വീട്ടിലാണ്. പോർക്കളത്തിൽ രാഷ്ട്രീയ പോർ കളിക്കുമ്പോൾ അവിടെ മകനുമില്ല, മറ്റൊന്നുമില്ല. തൻ്റെ മതമായ കോൺഗ്രസ് വിജയിക്കുക എന്ന ഒറ്റ ആഗ്രഹമേ AK ആന്റണിക്കുള്ളൂ. അദ്ദേഹം ജനിച്ചപ്പോഴും കോൺഗ്രസ് ആണ്, പ്രവർത്തിച്ചപ്പോഴും കോൺഗ്രസ് ആണ്, ഇനി മരിക്കുന്നത് വരെയും കോൺഗ്രസ് ആണ് എന്ന തരത്തിലേക്കുള്ള ശക്തമായ മറുപടിയാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞതും. അനിൽ ആന്റണി കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോയി എന്നറിഞ്ഞുടൻ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു. അന്ന് തന്നെ ഇത് അത്രമേൽ വേദനിപ്പിച്ചിരിക്കുന്നു എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ AK ആന്റണി തുറന്നടിച്ചത്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും AK ആന്റണി മകനെ നേരിട്ട് ആക്രമിച്ചില്ല. പക്ഷേ അനിൽ ആന്റണി അങ്ങനെയല്ല ചെയ്തത്. അച്ഛനാണ് എന്ന പരിഗണന നൽകാതെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം തുറന്നടിക്കുക തന്നെയാണ്. ചന്ദ്രയാൻ നോക്കി ഓലിയിടുന്ന നായ്ക്കളെ പോലെയാണ് കോൺഗ്രസ്സുകാരെന്നും ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന AK ആന്റണി, അതായത് തന്റെ പിതാവ് രാജ്യദ്രോഹപരമായ നിലപാടുകൾ സ്വീകരിച്ച ആന്റോ ആന്റണിക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കുന്നതും ആന്റോ ആന്റണി വിജയിക്കണമെന്ന് പറയുന്നതും സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്, ലജ്ജാവഹം തന്നെയാണ് എന്ന് അടിവരയിട്ട് പറയുന്നു AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി. എന്നാൽ അനിൽ ആന്റണി എന്ന മുൻ കോൺഗ്രസ്സുകാരനെ കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് വരാൻ ക്ഷണിച്ചതിന്റെ പ്രധാന കാരണം അനിൽ ആന്റണി മുതിർന്ന നേതാവായതുകൊണ്ടോ കോൺഗ്രസിലെ ഗർജിക്കുന്ന സിംഹമായതുകൊണ്ടോ ഒന്നുമല്ല. AK ആന്റണിയുടെ മകൻ എന്ന ഒറ്റ ലെവലിലാണ്. അവിടെ BJP ലക്ഷ്യം വെച്ചത് അനിൽ ആന്റണിയിലൂടെ AK ആന്റണിയെ തന്നെയായിരുന്നു. ആ ലക്ഷ്യത്തോടു കൂടി കളത്തിലിറക്കിയ അനിൽ ആന്റണി നേരിടുന്ന ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് AK ആന്റണിയുടെ പ്രതികരണം. തൻ്റെ മതം കോൺഗ്രസ് ആണെന്ന് പറയുന്നതിലൂടെ, തൻ്റെ മകൻ തോൽക്കണമെന്ന് പറയുന്നതിലൂടെ കോൺഗ്രസിന് ആന്റോ ആന്റണിയെ വിജയിപ്പിക്കുവാനുള്ള ആത്മവിശ്വാസം കൂടുകയാണ്.
അച്ഛനെ തള്ളിപ്പറഞ്ഞ മകനാണ് അനിൽ ആന്റണി എന്ന തരത്തിലേക്ക് പ്രചരണങ്ങൾ കുറച്ചുകൂടി ശക്തമാക്കി പത്തനംതിട്ടയെ 2024 പത്തനംതിട്ടയെ കോൺഗ്രസിനോട് ചേർത്ത് നിർത്തുവാൻ തന്നെയായിരിക്കും കോൺഗ്രസിന്റെ ശ്രമം. അത്തരത്തിൽ തന്നെയായിരിക്കും ഇനി അങ്ങോട്ടുള്ള കോൺഗ്രസിന്റെ പ്രചരണ പരിപാടികളും. എന്നാൽ BJP ഇറക്കുവാൻ പോവുക വ്യത്യസ്തമായ ഒരു നിലപാടായിരിക്കും. തെറ്റ് ചെയ്തത് സ്വന്തം അച്ഛനാണെങ്കിൽ പോലും അത് തുറന്നു പറയുവാൻ ആർജവമുള്ള മകനാണ് അനിൽ ആന്റണി എന്നും ആ അനിൽ ആന്റണിയാണ് BJP സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നതും എന്ന തരത്തിലേക്കായിരിക്കും BJP പ്രചരണത്തിന് ഇറങ്ങുക. എന്നാൽ ഇടതുപക്ഷമാകട്ടെ അച്ഛനും മകനും തമ്മിലുള്ള ഒത്തുകളിയാണ് പത്തനംതിട്ടയിൽ നടക്കുന്നത് എന്ന തരത്തിലേക്ക് പ്രചരണങ്ങളെ വളച്ചൊടിക്കുവാനും സാധ്യത ഏറെയാണ്. പക്ഷേ എന്തു തന്നെ പറഞ്ഞാലും പത്തനംതിട്ടയിൽ AK ആന്റണിയുടെ പ്രസ്താവന കൊണ്ട് ഉപയോഗമാകുന്നത് കോൺഗ്രസിന് തന്നെയാണ്. ഒരുപക്ഷെ BJP A+ മണ്ഡലം എന്ന് കരുതി കൂട്ടിയിരുന്ന പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം ഇക്കുറിയും കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ അതിന് കാരണം, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, അത് AK ആന്റണിയുടെ ഈ തുറന്ന പ്രസ്താവനയാണ്. തൻ്റെ മകനല്ല ആരാണെങ്കിലും അതിനേക്കാളൊക്കെ മുകളിലാണ് തൻ്റെ പ്രസ്ഥാനമെന്നും കോൺഗ്രസ് ആണ് തൻ്റെ മതമെന്നും പത്തനംതിട്ടയിൽ അനിൽ ആന്റണി തോക്കണമെന്നും ആന്റോ ആന്റണി വിജയിക്കണമെന്നും ഒരക്ഷരം പോലും തെറ്റാതെ അടിവരയിട്ട് പറയുന്ന AK ആന്റണി കോൺഗ്രസിനും കോൺഗ്രസിന്റെ പ്രവർത്തകർക്കും നൽകുന്ന ആത്മവിശ്വാസവും ധൈര്യവും ചെറുതല്ല. മകനേക്കാൾ വലുത്, തനിക്ക് വലുത് സ്വന്തം പാർട്ടിയാണെന്ന് പറയുന്ന AK ആന്റണി, തൻ്റെ മതം കോൺഗ്രസ് ആണെന്ന് പറയുന്ന AK ആന്റണി, ആ ആന്റണിയുടെ പ്രസ്താവന, ആന്റണിയുടെ വ്യക്തമായ വാക്കുകൾ കോൺഗ്രസിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. അത് ആന്റോ ആന്റണിയുടെ വിജയത്തിലേക്ക് നയിക്കുവാൻ സാധ്യത ഏറെയുള്ള വാക്കുകൾ തന്നെയാണ്.